മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 73-ാം സങ്കീർത്തനം 28-ാം തിരുവാക്യം. സങ്കീർത്തകനായ ആസാഫ് ഒരു വലിയ ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തിയും ഞാൻ പ്രഘോഷിക്കും. പ്രിയ സഹോദര സഹോദരി, സങ്കീർത്തകനായ ആസാഫിനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, കർത്താവേ, ഈ തലമുറയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങൾ പ്രഘോഷിക്കും. കർത്താവിനായി പ്രവാചക സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. ഇത് അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. നമ്മളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ അത്ഭുത നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളുടെ മധ്യേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ തലമുറയിൽ ധീരതയോടെ കർത്താവിനെ പ്രവാചക സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. സഹോദര സഹോദരി, വലിയ ആനന്ദത്തോടെ നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ആ വലിയ തീരുമാനത്തോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താവിനെ പിന്തുടർന്നിടും. ഒരു പരാജയത്തിനും ഒരു വേദനയ്ക്കും കർത്താവിൽ നിന്ന് നമ്മൾ അകറ്റുവാൻ സാധ്യമല്ല. ആ തീരുമാനത്തോടെ യേശുവിൻ സുവിശേഷം ഘോഷിച്ചിടാം. കാന്തനം കർത്താവ് വന്നിടറായി. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവ് വന്നിടറായി. സ്വർഗീയ നാട്ടിൽ നാം എത്തിടറായി. നിത്യമം സന്തോഷം നാഥനുമായി. ആ സ്വർഗീയ ആനന്ദം അനുഭവിച്ച് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് പാടി പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. യേശുവേ, പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താതി കർത്തൻ പിന്തുടർന്ന്
വന്നിടും. കഷ്ടതയായ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മ നിറവനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി യേശുനാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ഞങ്ങളുടെ മധ്യേ വരണമേ. കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. എല്ലാ വീരത്വത്തിൽ നിന്നും, എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. എല്ലാ പാപക്കെട്ടുകളും പൊട്ടട്ടെ, ശാപമുഖങ്ങൾ ഒടിയട്ടെ, പൈശാചിക അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടട്ടെ. The mighty name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കണമേ. Lord bless, bless Lord, bless Lord. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ ഓരോ കുടുംബത്തിലേക്കും, ഓരോ സമൂഹത്തിലേക്കും, ദേശാന്തരങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ഫീൽ ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചതിനായി, ഈ സ്തുതി ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി, ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളേവരും കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. സാധിക്കുന്ന ഏവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് കുടുംബമായി ജോലി തിരക്കുള്ളൊക്കെ അല്പസമയം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷികളാകാൻ ലജ്ജിക്കരുത്. സാക്ഷികളാകാൻ നമ്മൾ ലജ്ജിക്കരുത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ദൈവജനം ഉണരേണ്ട സമയമായി. നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ കർത്താവിനായി പ്രവാചക സാക്ഷ്യം നൽകണം. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുകയാണ്, തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനം. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നീ ലജ്ജിക്കരുത്. ഇത് നമുക്കുള്ള സ്വർഗത്തിന്റെ മുന്നറിയിപ്പാണ്. ആരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവോ അവരുടെ എല്ലാം ധർമ്മമാണ് കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ഈ സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുന്നത്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നമ്മൾ ആരും ലജ്ജിക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനമായി ആനന്ദമായി മാറണം സാക്ഷ്യം നൽകുക എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. പൗലോസ്ലീഹ ആരായിരുന്നു?
ലോകം കണ്ടതിൽ ഏറ്റവും നല്ല ദൈവശാസ്ത്രജ്ഞൻ, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി അത്രമാത്രം പാടുപീടുകൾ സഹിച്ചവൻ, അറിവും അർപ്പണവും ഉണ്ടായിരുന്ന പൗലോസ് പറയാണ്, സുവിശേഷത്തിൽ എനിക്ക് ലജ്ജയില്ല. സുവിശേഷം അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആരെല്ലാം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അവർ രക്ഷിക്കുവാനുള്ള അത്ഭുത ശക്തി കർത്താവിന്റെ സുവിശേഷത്തിനുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്. സുവിശേഷം ദൈവശക്തിയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-9 തിരുവാക്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രനെ ആരെല്ലാം ഏറ്റുപറയുന്നവോ അവനെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുൻപിലും മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യപുത്രൻ ആരെല്ലാം തള്ളിപ്പറയുന്നവോ അവരെല്ലാം ദൈവദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഇത് കർത്താവിന്റെ വാക്കുകളാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട വചനങ്ങളാണിത്. ഈ വചനത്തിൽ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ചിന്താഗതികളിൽ വലിയ മാറ്റം സംഭവിക്കും. നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിർജീവമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം ഉണർവിന്റെ, ആത്മനിറവിന്റെ ജീവിതമായിട്ട് മാറും. എനിക്ക് പൗലോസ്ലീഹായെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് അത്രമാത്രം കഷ്ടപ്പാടുകള്, പാടുപീടുകൾ സഹിച്ചവനാണ് അപ്പോസ്തലനായ പൗലോസ്. എന്താണ് ശ്രീക നമ്മെ അറിയിക്കുന്നത്? തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവാക്യം, ഈ കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത്, അതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ആരുടെ മുൻപിലും അഭിമാനത്തോടെ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയാൻ എനിക്ക് ആനന്ദമുണ്ട്, എനിക്കതിൽ ലജ്ജയില്ല. അതിനുവേണ്ടി എന്തുമാത്രം സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് പൗലോസിനെ ഇത് കഴിഞ്ഞത്? പൗലോസ് പറയാണ്, ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഇത് വെറും ഒരു ഇന്റലക്ച്വലായ അറിവല്ല, ബുദ്ധിപരമായ ഒരു അറിവല്ല. ഇറ്റ്സ് എ റെവലേഷൻ. ഇതൊരു വെളിപാടാണ്. എൻ്റെ സഹോദര സഹോദരി, ഇന്ന് കർത്താവിന് സാക്ഷ്യം നൽകുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ റെവലേഷൻ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് സർവശക്തനായ, സകലത്തിനും മതിയായവനായ, സർവാധിപത്യമുള്ളവനായ കർത്താവായ യേശുവിലാണ്. അവനിലാണ് എൻ്റെ വിശ്വാസം, അവനിലാണ് എൻ്റെ ആശ്രയത്വം. ഈ ഒരു തിരിച്ചറിവ് നമ്മളെ കൂടുതൽ എനർജിയുള്ളവരാക്കും. നമ്മുടെ സാക്ഷ്യ ജീവിതം ശക്തിപ്പെടും. നമ്മുടെ വിശ്വാസ ജീവിതം ആത്മശക്തിയുടെ ജീവിതമായിട്ട് മാറും. സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അനേകരെ ഇന്ന് കർത്താവിന് സാക്ഷ്യം നൽകാത്തതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, കർത്താവിന് സാക്ഷ്യം നൽകുക എന്നുള്ളത് അത് ഏറ്റവും ഉന്നതമായൊരു പദവിയാണെന്ന് ഇന്ന് അനേകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലരുടെയും ധാരണ കർത്താവിന് സാക്ഷ്യം നൽകുക എന്നുള്ളത് ഒരു ഞഞ്ഞാപിഞ്ഞ പരിപാടിയാണ്. അത് പാഴായൊരു കാര്യമാണ്. അത് വളരെ മോശമായ ഒന്നാണ്. അതിൻ്റെ മഹത്വം, അതിൻ്റെ പദവി, അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നു. ഇതിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ച തിരുവാക്യമാണിത്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും ചെയ്യുന്നവന്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ്. പ്രവാചകനായ യെശയ്യായുടെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുക. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ, കർത്താവിന് സാക്ഷ്യം നൽകുന്നവരുടെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ്.
എന്താണ് ഈ വചനം നമുക്ക് തരുന്ന മെസ്സേജ്? സുവിശേഷ വേല എന്ന് പറയുന്നത് അതൊരു പണിയും തൊഴിലും ഇല്ലാത്തവർക്ക് പറഞ്ഞ ഒരു വേലയല്ല. അതിന് മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, തിരുസഭ സത്യമാണെങ്കിൽ, സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകുക എന്നതിനേക്കാൾ ഉന്നതമായൊരു പദവി നമുക്ക് ലഭിക്കാനില്ല. അത്രമാത്രം പ്രഷ്യസ് ആണ് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതാണ് പ്രവാചകൻ നമ്മെ അറിയിക്കുന്നത്. അവരുടെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതേ സത്യം വീണ്ടും സഭയെ അറിയിക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വീണ്ടും അപ്പോസ്തലനായ പത്രോസ് താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാ വഴി ഈ കാര്യങ്ങൾ സുവിശേഷ പ്രഘോഷകരിലൂടെ ദൈവം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുവാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുകയാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുവാൻ കർത്താവിന്റെ ദൂതന്മാർ കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത്രമാത്രം ഉന്നതമായൊരു പദവിയല്ല എൻ്റെ സഹോദര സഹോദരി. കർത്താവിന് സാക്ഷ്യം നൽകുക എന്നുള്ളത് എത്ര മഹത്തരമായ കാര്യമാണ്. ദൈവദൂതന്മാര് പോലും ഈ പദവിയിലേക്ക് എത്തി നോക്കാൻ അവർ വെമ്പൽ കൊള്ളുകയാണ്, അവർ ആവേശം കൊള്ളുകയാണ്. കാരണം സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് ഏൽപ്പിച്ചത് ദൈവദൂതന്മാരെയല്ല, തന്റെ രക്തത്താൽ വീണ്ടെടുത്ത മനുഷ്യരെയാണ് കർത്താവ് ഈ മഹാദൗത്യം ഏൽപ്പിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കേരളത്തിന് പുറത്ത് ഒരു ബൈബിൾ കൺവെൻഷനായി ഞാൻ കടന്നു ചെന്നപ്പോൾ, ഒരു 3 ദിവസത്തെ കൺവെൻഷനാണ്. ഈവനിങ് സമയത്താണ് ശുശ്രൂഷ നടക്കുന്നത്. പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഭവനങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ഞാനൊരു കുടുംബത്തിലേക്ക് കടന്നു ചെന്നു. ആ കുടുംബനാഥൻ്റെ പേര് അബ്രഹാം എന്നാണ്. 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കോടീശ്വരനായൊരു മനുഷ്യൻ, അദ്ദേഹം വലിയൊരു ബിസിനസ് കോൺട്രാക്ടറാണ്. ആ ഭവനത്തിന്റെ അൾത്താരയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ആ കുടുംബനാഥൻ തൻ്റെ 2 മക്കളെയും എൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹം നിറകണ്ണുകളോടെ, ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയല്ല, നിറകണ്ണുകളോടെ ആ 2 ആൺ കുഞ്ഞുങ്ങളുടെയും കരങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് വെച്ചു തന്നു. അന്ന് മൂത്ത മകൻ പഠിക്കുന്നത് +2 ആണ്, 2ാമത്തെ മകൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, സഹോദര, താങ്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വചനത്തിന്റെ അഭിഷേകം എൻ്റെ മക്കളിലേക്കും പകർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ 2 ആൺമക്കളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഈ അഭിഷേകത്തെ ഒന്ന് പകർന്നു പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയാണ്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗതികേട് കൊണ്ടല്ല, നിവൃത്തികേട് കൊണ്ടല്ല, ലോകത്തിന് ഏത് ദിക്കിൽ വിട്ടും തൻ്റെ മക്കൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ പ്രാപ്തിയുള്ള മനുഷ്യൻ അദ്ദേഹം പറയാണ്, എൻ്റെ 2 ആൺമക്കളെയും ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു സുവിശേഷ വേലയുടെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നാളുകൾക്ക് ശേഷം അത് സംഭവിച്ചു. അദ്ദേഹത്തിന് മൂത്ത മകൻ വൈദിക പഠനത്തിനായി സെമിനാരിയിൽ ചേർന്നു. 5 വർഷങ്ങൾ പിന്നിട്ടുന്ന് 2ാമത്തെ മകൻ അവൻ താൻ ആയിരിക്കുന്ന ക്യാമ്പസിൽ പരിശുദ്ധാത്മ നിറവോടെ നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആ ക്യാമ്പസിലുള്ള അനേക യുവജനങ്ങളെ അവൻ കർത്താവിനായി നേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. ആ പിതാവിൻ്റെ ആഗ്രഹം കർത്താവ് മാനിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ഇതുപോലെ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ പേരൻസ്, ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളെ
കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു വർഷമെങ്കിലും കർത്താവിന്റെ വേലയ്ക്കായി സന്തോഷത്തോടെ നിങ്ങളുടെ മക്കളെ സമർപ്പിക്കാൻ എത്ര മാതാപിതാക്കൾക്ക് തീരുമാനമുണ്ട്? എൻ്റെ യുവജനങ്ങളെ, നിങ്ങളുടെ യൗവനം നിങ്ങൾക്കായി ജീവിതം തന്ന യേശു ക്രിസ്തുവിനായി നിങ്ങൾ സമർപ്പിക്കുക. ഇതിനേക്കാൾ മഹത്തരമായി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അനുജ, അനുജത്തി, നിന്റെ ജീവിതത്തിലൂടെ നീ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുക. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ നമ്മൾ ഉപയോഗിക്കണം. മറ്റൊരു കാര്യം, ഇന്ന് അനേകരെ സാക്ഷികളാകുന്നതിൽ നിന്ന് തടയുന്നത് ഭയമാണ്. ഭയം നമ്മളെ തളർത്തിക്കളയും, നമ്മളെ പാരലൈസ് ചെയ്ത് കളയും. കർത്താവിന്റെ വചനം ഇതിനുള്ള ബന്ധത്തിൽ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 8 വാക്യം, ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, വിഗ്രഹാരാധകർ, കൊലപാതകികൾ, മന്ത്രവാദികൾ, വ്യഭിചാരികൾ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. എത്ര ഷാർപ്പായൊരു വാക്യമാണിത്! കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ അറിയിക്കുകയാണ്. ഭീരുക്കൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് ഈ ഭീരുത്വം? പട്ടിയെ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു പേടിയാണോ? പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പേടിയാണോ? ശക്തമായ ഇടിവെട്ട്, അപ്പോൾ ഒരു പേടി, അങ്ങനെയുള്ള സ്വാഭാവിക ഭയങ്ങളാണോ? അല്ല. ഇവിടെ ഭീരുത്വം എന്ന് പറയുന്നത് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ട നമ്മള് സാക്ഷികളാകാതെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഞാൻ എന്തിനാണ് വചനം പറയുന്നത്? ഞാൻ എന്തിനാ യേശുവിനെ കുറിച്ച് പറയുന്നത്? വെറുതെ എന്തിനു ഞാൻ ഈ പൊല്ലാപ്പിന് പോണേന്നും പറഞ്ഞേ ഞാനും നിങ്ങളും അതിൽ നിന്ന് പിന്മാറുമ്പോൾ കർത്താവ് നമ്മൾ വിളിക്കുന്നത്, നീ ഭീരുവാണ്, നീ ഭീരുത്വമുള്ളവനാണ്, ഭീരുത്വമുള്ളവളാണ്, അവരാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 4 വാക്യം, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ വിഷയങ്ങൾ ഉണ്ടാവില്ലേ? കർത്താവിനെ സാക്ഷ്യം നൽകിയാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നത്? എന്തിനാ നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഭയം മൂലം ഇന്ന് അനേകരെ സുവിശേഷ വേലയിൽ നിഷ്ക്രിയത്വമുള്ളവരായി മാറുന്നു. വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19, 20, 21 വാക്യങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസം വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുമ്പോൾ അവിടെ മധ്യേ വന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കു സമാധാനം. തൻ്റെ കരങ്ങളും പാർശ്വവും ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ മുറിവേറ്റ കരങ്ങളും ആ പാർശ്വവും ശിഷ്യന്മാർ കാണിച്ചു കൊടുത്തത്? അതിന് മറ്റൊരർത്ഥമുണ്ട്. ലോകത്തിന് ഇത്രേ ചെയ്യാൻ കഴിയൂ. ലോകം ക്രൂശിച്ചവനാണ് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഉദ്ധിതനായിട്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിന് ഇത്രേ ചെയ്യാൻ കഴിയൂ. നമ്മൾ ലോകത്തെ ഭയപ്പെടേണ്ട, ഒരു സാഹചര്യത്തെയും ഭയപ്പെടേണ്ട, ഒരു പ്രതിബന്ധങ്ങളെ കണ്ട് അസ്വസ്ഥരാകേണ്ട. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 31 തിരുവാക്യം നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടണം. കർത്താവ് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ. ഇത് സഭയ്ക്കുള്ള പ്രവചന ദൂതാണ്, ഇത് കുടുംബങ്ങൾക്കുള്ള പ്രവചന ദൂതുകളാണ്, ഇത് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്കുള്ള കർത്താവിന്റെ ആലോചനയാണ്. ധൈര്യമായിരിക്കുവിൻ. നമ്മൾ ഭയപ്പെടേണ്ട ഒരു നാളുകളല്ല ഇത്. നമ്മൾ പിന്മാറിപ്പോകേണ്ട ഒരു കാലഘട്ടമല്ല ഇത്. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ധീരതയോടെ സാക്ഷികളാകാൻ ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് കഴിയണം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം ക്രൂശിച്ചവൻ ലോകത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ഉദ്ധാനം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എന്റെ മുറിവേറ്റ കരങ്ങൾ നിങ്ങൾ കാണ്, എന്റെ വിലാപ്പുറം നിങ്ങൾ നോക്ക്,
കർത്താവിനെ കണ്ട് അവരങ്ങ് ആനന്ദിച്ചു, അവർ കർത്താവിനെ ആരാധിച്ചു. 21-ാം വചനം പറയാണ്, കർത്താവ് തന്റെ ശിഷ്യരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾ പോവുക, സാക്ഷികളാകുക. കർത്താവ് അവർക്കൊരു മഹാദൗത്യം കൊടുക്കുകയാണ്, അവരെ കമ്മീഷൻ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കർത്താവ് ഇന്ന് സഭയ്ക്ക് നൽകുന്ന ദൗത്യം. 2000 വർഷമായി സഭ ഇത് തുടർന്നുകൊണ്ടുവരികയാണ്. ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ കണ്ട് നമ്മൾ അസ്വസ്ഥരാകാതെ, ഭയപ്പെടാതെ, ഈ മഹത്തായ പദവി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉണർവോടെ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക. സാക്ഷ്യം നൽകുക എന്ന് പറയുമ്പോൾ അവിവേകം കാണിക്കാനല്ല പറയുന്നത്. എത്രയോ സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് വിചാരിച്ചാൽ, നമ്മുടെ ചിന്താഗതിയിൽ അല്പം മാറ്റം വന്നാൽ ഇന്ന് ദൈവരാജ്യം എന്തുമാത്രം വളരും, കർത്താവിന്റെ സഭയ്ക്ക് എന്തുമാത്രം വളർച്ചയുണ്ടാകും. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നൽകുന്ന ഈ കോളിനോട് യെസ് പറഞ്ഞ് പൂർണ്ണമായും ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. നഷ്ടപ്പെടുത്തി കളഞ്ഞ സാഹചര്യങ്ങളെ ഓർത്ത്, പിന്മാറിപ്പോയ ഓരോ നിമിഷത്തെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കണം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ പരിശുദ്ധാത്മ ശക്തിയോടെ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, അവൻ ധൈര്യത്തിന്റെ ആത്മാവാണ്. ഭീരുവായിരുന്ന പത്രോസിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പത്രോസിന്റെ വീരത്വം വിശ്വാസമായി മാറിയതുപോലെ ഭയന്നിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, പിന്മാറിപ്പോയിരിക്കുന്ന അനേകമായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് സ്വർഗീയ തീയായി ഇറങ്ങി വന്നവരെ രൂപാന്തരപ്പെടുത്തുന്ന സമയം കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി വിളിക്കുക, പരിശുദ്ധാത്മാവേ, സാക്ഷികളാകാൻ അഭിഷേകം ചെയ്യണമേ. പ്രവാചക സാക്ഷ്യം നൽകാൻ ഞങ്ങളെ ഫലപ്പെടുത്തണമേ. ഭയചകിതരാകാതെ ധീരതയോടെ കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ വരിക വരിക വരിക, ഞങ്ങൾ അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ, അനേകം സമർപ്പിതർ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ ആത്മാവേ ഉണർത്തണമേ, ഉണർത്തണമേ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം കൊടുക്കണമേ. സുവിശേഷ വേളയെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാച് വിതച്ചിരിക്കുന്ന സകല ഭയങ്ങളും, സകല നിരാശകളും, സംശയങ്ങളും പിഴുതുമാറ്റണമേ. ഓ സ്വർഗത്തിന്റെ തീയായി കത്തുക കത്തുക, കുടുംബങ്ങളിൽ കത്തിപ്പടരുക. ഓ സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനോയിന്റ്. ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു സാഹചര്യത്തെയും നമ്മൾ ഭയപ്പെടേണ്ട. ലോകത്തെ കീഴടക്കിയ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അഭിമാനത്തോടെ, ആനന്ദത്തോടെ, ആത്മശക്തിയോടെ നമ്മൾ ആയിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവിനായി പ്രവാചക സാക്ഷ്യം നൽകുക. അതിനായി അനേകം കുടുംബങ്ങൾ മുന്നോട്ട് വരണം. അനേക യുവജനങ്ങൾ കർത്താവിന് വിളിയോട് യെസ് പറയണം. അനേക ബഹുമാനപ്പെട്ട സമർപ്പിതർ, നിങ്ങൾ സമർപ്പിത ജീവിതം പൂർണ്ണമായും കർത്താവിനായി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ സഭയിൽ ആഗമനം, ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പ് തീ പോലെ കത്തി കത്തി പടരണം. നമുക്കതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആത്മീയ ഒരുക്കത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.